Today we discuss about change in demand. What is change in demand? Change in demand നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Change in demand നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. First one, shift in demand curve. Second, movement along demand curve. Shift in demand curve, movement along demand curve. എന്താണ് shift in demand curve? Shift in demand curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ change in factors other than price. പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയും. ദെൻ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയും. ഓക്കെ, ഷിഫ്റ്റ് മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് വരുന്ന ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്. മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ രണ്ട് കേസ് ഉണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവിലും രണ്ട് കേസ് ഉണ്ട്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ ഒന്ന് ഇൻക്രീസ് ഇൻ ഡിമാൻഡും മറ്റൊന്ന് ഡിക്രീസ് ഇൻ ഡിമാൻഡും. നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ഇത് ഏതിൽ വരുന്നതാണ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആണ്. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവിൽ വരുന്നതാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡും അതുപോലെ തന്നെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് ദെൻ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്താ നോക്കാം. When the demand of a commodity changes due to change in any factor other than on price of the commodity, it is known as change in demand. It is expressed as a shift in the demand curve. അപ്പോൾ പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. എന്തൊക്കെയാണ് പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് മറ്റുള്ള factors? First one, change in price of substitute goods. Substitute goods in the price ലുള്ള ചേഞ്ച്. Then complementary goods in the price ലുള്ള ചേഞ്ച്. കൺസ്യൂമറുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമറിൽ വരുന്ന ചേഞ്ച്. പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ച്. ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ചേഞ്ച്. ചേഞ്ച് ഇൻ സീസൺ ആൻഡ് വെതർ. ഓരോ സീസൺ മാറുന്നതിനനുസരിച്ച് വരുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതുപോലെ വെതർ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് വരുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദെൻ ലാസ്റ്റ്, എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെ പ്രൈസിൽ ചേഞ്ച് വരും എന്നുള്ള എക്സ്പെക്ടേഷൻ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാം. കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാം. കൺസ്യൂമറുടെ ഇൻകത്തിൽ, ടേസ്റ്റിൽ, പ്രിഫറൻസിൽ, പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, ഇൻകത്തിലെ ഡിസ്ട്രിബ്യൂഷൻ മാറുമ്പോൾ, അതുപോലെ സീസൺ മാറുമ്പോൾ. ഇപ്പോൾ സീസൺ മാറുന്ന സമയത്ത് ഇപ്പോൾ ഒരു അംബ്രല്ലയുടെ ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നത് എപ്പോഴാണ്? അംബ്രല്ലയുടെ കൂടുതൽ ഡിമാൻഡ് വരുന്നത് ജൂൺ ജൂലൈ ആ ഒരു മാസങ്ങളിൽ സ്കൂളൊക്കെ തുറക്കുമ്പോൾ മഴയൊക്കെയുള്ള സമയത്താണ്. അപ്പോൾ അത് പ്രൈസ് മാറിയതുകൊണ്ടാണോ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുന്നത്? പ്രൈസ് കുറയുന്നതുകൊണ്ടാണോ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത്? അല്ല. എന്തുകൊണ്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത്? ആ ഒരു സീസൺ അതാണ്, സ്കൂൾ തുറക്കുന്ന ഒരു സീസൺ അല്ലെങ്കിൽ നമുക്കൊരു മഴക്കാലം എന്നുള്ള ഒരു വെതർ കണ്ടീഷനിൽ വരുന്ന ചേഞ്ച് കൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അത് പ്രൈസ് അല്ല ആ ഒരു ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിൽ പ്രൈസ് ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. ഫ്യൂച്ചറിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ പ്രൈസിൽ ഫ്യൂച്ചർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ എന്ത് ചെയ്യാണ്? ഇപ്പം തന്നെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. പ്രൈസ് നോക്കാതെ ഈ ഒരു ഫാക്ടർ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളൊരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺസ് ആണ്. ഇനി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻക്രീസ് ഇൻ ഡിമാൻഡും മറ്റൊന്ന് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും. അതിൽ എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം? Increase in demand refers to a rise in the demand of a commodity caused due to any factor other than the on price of the commodity. In this case, demand rises at the same price.
For example, suppose research reveals that people who regularly eat green vegetables live longer. This will raise the demand for green vegetable. Even at the same price, it will shift the demand curve of vegetable towards right. അപ്പോൾ പറയാണ് പ്രൈസിൽ ചേഞ്ച് ചെയ്യാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഒരു സ്റ്റഡി റിവീൽ ചെയ്തിരിക്കുകയാണ്, ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുന്ന ആളുകൾക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്, കുറച്ചു കാലം കൂടുതൽ അവർ ജീവിക്കും എന്നുള്ളൊരു സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഗ്രീൻ വെജിറ്റബിൾസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, എല്ലാ ആളുകളും ഗ്രീൻ വെജിറ്റബിൾസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പ്രൈസ് സെയിം പ്രൈസ് തന്നെയാണ്, പ്രൈസ് കുറഞ്ഞതുകൊണ്ടല്ല അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേറൊരു ഫാക്ടർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുവഴി ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ദെൻ നമുക്ക് ഇൻക്രീസ് ഇൻ ഡിമാൻഡിന്റെ ഒരു ടേബിളും ഒരു ഡയഗ്രവും വരയ്ക്കണം. അപ്പോൾ ടേബിൾ വരയ്ക്കാനായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തുകൊണ്ട് നമുക്കിവിടെ ഒരു ടേബിൾ വരയ്ക്കാം. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൈസ് സെയിം ആയിട്ട് തന്നെ നിൽക്കണം. പ്രൈസ് സെയിം ആയിരിക്കണം. പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ടല്ല ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന ഒന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം. ഡിമാൻഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കാണിക്കുന്ന സമയത്ത് ഡിമാൻഡ് 100 ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള വാല്യൂ രണ്ടാമതായിട്ട് കൊടുക്കാം. 100, 150 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസ് ഇൻ ഡിമാൻഡിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, പ്രൈസ് സെയിം ആയിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, അതിലിനി നമുക്ക് അതിൻ്റെ ഡയഗ്രം നോക്കി. ഡയഗ്രത്തിലേക്ക് നമ്മൾ ജസ്റ്റ് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തു. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊടുത്തു, വൈ ആക്സിസിൽ പ്രൈസ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് ഒരു ഡിമാൻഡ് കർവ് വരച്ചു. ഡിമാൻഡ് കർവ് വരച്ചത് എങ്ങനെയാണ്? ആദ്യത്തെ 20, 100 നമ്മൾ ഒറിജിനൽ ഡിമാൻഡ് കർവ് വരച്ചു. 20 എടുത്തു, വൈ ആക്സിസിൽ 20 എടുത്തു, എക്സ് ആക്സിസിൽ 100 എടുത്തു. നമ്മളിവിടെ ഡിമാൻഡ് കർവ് വരച്ചു. ദെൻ സെയിം പ്രൈസ് തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. സെയിം പ്രൈസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് 150 ആയിട്ട് നമ്മൾ ഡിമാൻഡ് കർവ് എക്സ്റ്റെൻഡ് ചെയ്തു. പ്രൈസിൽ ചേഞ്ച് ഇല്ല, ഡിമാൻഡ് കർവ് മാത്രം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് നമ്മുടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, ആ റൈറ്റ് വേർഡ് ഷിഫ്റ്റിന് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഷിഫ്റ്റ് എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇനി നമുക്ക് പറയേണ്ടത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് അപ്പോൾ എന്തായിരിക്കും? കമോഡിറ്റിയുടെ ഡിമാൻഡ് ഫോൾ ചെയ്യാം, കമോഡിറ്റിയുടെ ഡിമാൻഡ് കുറയാം. എന്തുകൊണ്ട്? മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട്. കമോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുന്നതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഡിക്രീസ് ഇൻ ഡിമാൻഡ് കാണിക്കാനായിട്ട് നമുക്കിവിടെ ആദ്യം ഒരു ഒറിജിനൽ ഡിമാൻഡ് കർവ് തന്നെ വരച്ചു. പിന്നെ ഒരു ബാക്ക്വേർഡ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഇതിലും നമുക്ക് സെയിം പോലെ തന്നെ പ്രൈസ് സെയിം ആയിട്ട് നിർത്തണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിമാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിമാൻഡ് എടുക്കാം, പക്ഷേ ആ ഡിമാൻഡ് രണ്ടാമത്തെ വാല്യൂ ആദ്യത്തേതിനേക്കാൾ കുറവായിരിക്കുന്നത്. നമുക്ക് കാണിക്കേണ്ടത് ഏതാണ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് കർവ് വരച്ചു. 20, 100 വെച്ച് ഡിമാൻഡ് കർവ് വരച്ചു. നെക്സ്റ്റ് സെയിം പ്രൈസിൽ തന്നെ നമുക്കൊരു 70 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, 100-നേക്കാളും താഴെയായിരിക്കുന്നത് മാത്രം നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇങ്ങോട്ട് ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഡിമാൻഡ് കർവ് വരച്ചു. ഒറിജിനൽ ഡിമാൻഡ് കർവ് ആണ് ഡി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് കാണിക്കുന്ന ഡിമാൻഡ് കർവ് ആണ്, ബാക്ക്വേർഡ് ഷിഫ്റ്റ് കാണിക്കുന്ന ഡിമാൻഡ് കർവ് ആണ്. അതാണ് D1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നതാണ് പുതിയ ഡിമാൻഡ് കർവ്. അപ്പോൾ അത് രണ്ടെണ്ണം ക്ലിയർ ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത കേസാണ് ചേഞ്ച് ഇൻ ഡിമാൻഡിലെ രണ്ടാമത്തെ കേസാണ് മൂവ്മെന്റ് അലോങ് ഡിമാൻഡ് കർവ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് മൂവ്മെന്റ് അലോങ് ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവിനകത്ത് തന്നെയുള്ള മൂവ്മെന്റ്സിനെയാണ് മൂവ്മെന്റ് അലോങ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. മൂവ്മെന്റ് അലോങ് ഡിമാൻഡ് കർവ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പ്രൈസിൽ വരുന്ന ചേഞ്ച് ആണ്. ഓക്കെ, എ ചേഞ്ച് ഇൻ പ്രൈസ് കോസസ് എ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. അതായത് പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡ് കർവിൽ മൂവ്മെന്റ് വരികയാണ്. ഈ മൂവ്മെന്റിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, മറ്റൊന്ന് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റൻഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ഡിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ഡിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് കുറയണം? പ്രൈസ് ഫോൾ ചെയ്യണം, അല്ലെ? ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പ്രൈസ് ഫോൾ ചെയ്യണം. അപ്പോൾ പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ്. അതുപോലെ തന്നെ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറയാണ്. ഡിമാൻഡ് കുറയണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? പ്രൈസ് ഇൻക്രീസ് ചെയ്യണം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നമുക്കതിന് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഒരു ഗ്രാഫ് നോക്കാം.
ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ജസ്റ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുക. ആ ഡിമാൻഡ് കർവ് വരച്ചിട്ട് നമ്മളിവിടെ വാല്യൂസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് 12 എന്ന് പറയുന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 80 മാർക്ക് ചെയ്തു. ഓക്കെ, 12 എന്നുള്ള പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 80 മാർക്ക് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് 12 എത്രയായിട്ട് ഇൻക്രീസ് ചെയ്ത് 16 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ആളുകൾ അവരുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. പ്രൈസ് 12 ആയിരുന്നപ്പോൾ 80 വരെ ഡിമാൻഡ് ചെയ്തിരുന്നു. ദെൻ പ്രൈസ് ഇൻക്രീസ്ഡ് ഫ്രം 12 to 16. ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയായിട്ട് റെഡ്യൂസ് ചെയ്തു? 80 to 60 ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചു. ഈ ഡിമാൻഡ് കർവിൽ ഇപ്പോൾ ഈ ആരോ ഇട്ടിരിക്കുന്ന അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഈ ആരോ കൊടുക്കുന്നത് എന്ത് കാണിക്കാനായിരിക്കും? എക്സ്റ്റൻഷൻ ആയിരിക്കുമോ കോൺട്രാക്ഷൻ ആയിരിക്കുമോ കാണിക്കാം? കോൺട്രാക്ഷൻ ആയിരിക്കും അല്ലേ? കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് ആണ്. ഓക്കെ, ഈ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഈ ആരോ കൊടുക്കുമ്പോൾ എത്രയായിരുന്നു അതിന് മുൻപുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ്? 80 ആയിരുന്നു. അത് എത്രയായിട്ട് കുറഞ്ഞു? ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും 60 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രാക്ഷൻ ഡിമാൻഡ് ആണ്. ഇനി ഈ സെയിം ആരോ തന്നെ താഴേക്ക് കൊടുത്തു നോക്കി. താഴേക്ക് ഈ ആരോ താഴേക്ക് കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ആരോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഡിമാൻഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹയർ പ്രൈസിൽ 60 ആയിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡ്. പക്ഷേ പ്രൈസ് ഫോൾ ചെയ്ത് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 60ൽ നിന്ന് 80 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആരോ ഡൗൺവേർഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ്. ഇപ്പോൾ എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും നമ്മൾ സെയിം ഡിമാൻഡ് കർവിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയോ പോയിന്റ്സ് ഒക്കെ? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ചേഞ്ച് ഇൻ ഡിമാൻഡിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് കണ്ടു. ഒന്ന് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവും വരാം, മറ്റൊന്ന് മൂവ്മെന്റ് ലോങ് ഡിമാൻഡ് കർവും വരാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് എപ്പോഴും ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ് അല്ലെ? എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. എപ്പോഴും നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ് വരുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻക്രീസും ഡിക്രീസും. ഓക്കെ, മൂവ്മെന്റ് ലോങ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡ് കർവിൽ വരുന്ന ചേഞ്ച്. അത് നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റൻഷനും മറ്റൊന്ന് കോൺട്രാക്ഷനും. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എപ്പോഴാണ് സംഭവിക്കുക? ഡിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ. ഡിമാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. രണ്ടും നമ്മൾ സെയിം ഡയഗ്രത്തിലാണ് രണ്ടും കണ്ടത്. നമ്മളൊരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഏരോ കാണിച്ചും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഏരോ കാണിച്ചും ഒറ്റ ഡയഗ്രത്തിൽ തന്നെ നമ്മൾ രണ്ടും മാർക്ക് ചെയ്തു. ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡുമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത്. അതിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്രൈസ് സെയിം ആയിട്ട് നിൽക്കണം. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡിന്റെ കേസിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. പ്രൈസിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. മറ്റുള്ള ഫാക്ടേഴ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് ഇവിടെ ഡിമാൻഡ് 100ൽ നിന്ന് 150 ആയിട്ട് ഇൻക്രീസ് ചെയ്തതും അതുപോലെ തന്നെ ഈ കേസിൽ മറ്റുള്ള ഫാക്ടേഴ്സിന്റെ ചേഞ്ച് കൊണ്ടാണ് ഡിമാൻഡ് 100ൽ നിന്ന് 70 ആയിട്ട് ഡിക്രീസ് ചെയ്തത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഡയഗ്രമായിട്ട് നമ്മൾ കാണിച്ചു. ഒന്നിൽ നമ്മൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിട്ട് ഡിമാൻഡ് കർവ് കാണിച്ചു ഇൻക്രീസ് കാണിക്കാനായിട്ട്, അതേസമയം ഡിക്രീസ് കാണിക്കാനായിട്ട് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് കാണിച്ചു. ഇതാണ് ഡി എന്ന് പറയുന്നതാണ്. നമ്മൾ രണ്ട് കേസിൽ നമ്മൾ ഒറിജിനൽ ഡിമാൻഡ് കർവിന് നമ്മൾ ഡി എന്ന് തന്നെയാണ് മാർക്ക് ചെയ്തത്. ന്യൂ ഡിമാൻഡ് കർവാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. D1 എന്ന് പറഞ്ഞു കൊടുത്തു. ഈ കേസിലും D1 എന്ന് പറഞ്ഞ് ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ ന്യൂ ഡിമാൻഡ് കർവ്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിന്റെ ചേഞ്ച് കൊണ്ടാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ്, കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ്, കൺസ്യൂമറുടെ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ച്, ഇൻകത്തിൽ വരുന്ന ചേഞ്ച്, സീസൺ ആൻഡ് വെതറിൽ വരുന്ന ചേഞ്ച്, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഇൻ ഫ്യൂച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ടേബിളും നോക്കുക, ജസ്റ്റ് അതിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.